ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല സ്വീറ്റായിട്ടുള്ള രസമലായി തയ്യാറാക്കാനാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ആദ്യം ഞാനൊരു 1/2 ലിറ്റർ പാല് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിപ്പാലായിരിക്കും ഇതിന് നല്ലത്. അപ്പോൾ 1/2 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അളവാണ് കാണിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ. അപ്പോൾ രണ്ടിലും മാറ്റം വരുത്താവുന്നതാണ്. അടുത്തതായി ഞാൻ ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഇതിന് ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ നല്ല ഒരു ഇതായിട്ടാണ്, നല്ല ഒരു മണമൊക്കെയാണ്. അപ്പോൾ അതാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. 5 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ മധുരത്തിന് ആവശ്യമായത് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഇനി അടുത്തതായി ഇതിൽ ചേർക്കാനുള്ളത് കുങ്കുമപ്പൂവാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് കുറച്ച് ചേർക്കാം. അതിൻ്റെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് നമ്മുടെ ഈ രസമലായിക്ക് നല്ല ഒരു കളറായിരിക്കും. പിന്നെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും നമുക്ക് കുറച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള അത്യാവശ്യ സാധനം വെച്ചാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വയ്ക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഈ സമയത്തിന് നമുക്ക് അതിൻ്റെ ബോൾസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പാല് നല്ല തിളച്ച് പതയാതെ ചെറിയ രീതിയിൽ ചൂടായി തിളച്ച് വരണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 1 കപ്പ് പാൽപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദയും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡയാണ് കയ്യിലുള്ളതെങ്കിൽ അത് 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കരുത്. അപ്പോൾ ഒരു മുട്ട, അധികം തണുപ്പൊന്നും ഇല്ലാത്ത പുറത്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ്, അതിനെ ഒന്ന് അടിച്ച് പതപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മുട്ടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മളിത് ഇത്രയും ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് വേണം. അപ്പോൾ അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ആദ്യം കൈ ഉപയോഗിച്ച് നമ്മുടെ ഈ മിക്സ് ഈ മുട്ടയുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ നമുക്ക് നെയ്യ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടാൻ പാടില്ല, 1 ടേബിൾ സ്പൂൺ മതി. നെയ്യ് കൂടുകയാണെങ്കിൽ നമ്മുടെ മാവ് നല്ല ഒരു ഹാർഡായിട്ടിരിക്കും. അത് പറ്റാതെ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ നെയ്യ് കുറയ്ക്കണം. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഇത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. നമ്മൾ ഇതിൽ നിന്നും വെച്ച് ഇങ്ങനെ കുഴച്ചാലൊന്നും പറ്റില്ല. കുറച്ച് അധിക സമയം, ഒരു 5 മിനിറ്റൊക്കെ തുടരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇതിൻ്റെ സോഫ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള രസമലായി നമുക്ക് കഴിക്കണമെങ്കിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് എല്ലാ മിക്സും കൂടി നല്ല സോഫ്റ്റായി പഞ്ഞിയാവുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ടായിട്ട് ആക്കണമെന്നില്ല, നമ്മുടെ പേടയൊക്കെ കിട്ടുന്ന ആ ഷേപ്പിലാക്കിയാൽ മതിയാകും. രസമലായി ഏതാണ്ട് അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ രസഗുളയാണെങ്കിൽ ഇത് ഈ മാവിനെ തന്നെ റൗണ്ടാക്കി നമ്മൾ ഗുലാബ് ജാമിനൊക്കെ എടുക്കുന്നത് അതുപോലെയാക്കി എടുക്കും. ഇതുപോലെ ആക്കിയതിന് ശേഷം ഞാൻ ഒന്ന് പരത്തി ഇതുപോലെയാണ് ആക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ രസമലായിക്കുള്ള കൂട്ട് തയ്യാറാക്കുന്നത്. അങ്ങനെ ഇതുപോലെ വേണം എല്ലാം ചെയ്തെടുക്കാൻ. കുറച്ച് ചെറിയ ബോൾസാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ മിൽക്കിൻ്റെ ഇതിലോട്ട്, നമ്മുടെ പാലിൻ്റെ ആ കൂട്ടിലോട്ട് ചേർക്കുമ്പോൾ ഇത് അതിൽ കിടന്ന് കുറച്ചുകൂടി ഒന്ന് വലുതാകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറിയ രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ.
അങ്ങനെ ഞാൻ പാല് ദാണ്ടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. പഞ്ചസാരയും മിൽക്ക് മേഡും നമ്മുടെ ഏലക്കാപ്പൊടിയും എല്ലാം നല്ല യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇത് രണ്ടും കൂടെ ഇടയ്ക്കൊന്ന് ഇത് മാവ് ക്ലിയർ ആക്കുമ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സും ഫ്ലെയിം കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഇത് തയ്യാറാക്കുമ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് ഇത് കുറച്ചുകൂടി നല്ല വലുതാകും. അപ്പോൾ അതനുസരിച്ചുള്ള ഇതിൽ വേണം നിങ്ങൾ പാത്രമായിരുന്നാലും പാലും ഇതേ അളവിന് തന്നെ എടുക്കണം. അപ്പോൾ ഇത് നല്ല കുറച്ചുകൂടി വലുതായി അത് പിന്നെ നല്ല തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഇതിന്. അല്ലാതെ നമ്മളിത് ചൂടോട് കൂടി കഴിക്കില്ല. ഇതിപ്പോൾ കുറച്ച് കിടന്നതാണ്ടേ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ ഇപ്പോൾ ഒന്ന് മാറി കിട്ടും. കുറച്ചുകൂടി ഒന്ന് വലുതായി കിട്ടുന്നേ. ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ അത് തിളച്ചപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്, വലുതായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ആവും. എന്നാലും ഇത് കുറച്ച് സമയം ഒന്ന് ഫ്ലെയിം ഓഫാക്കി അതൊന്ന് വെച്ചിരിക്കുക. പിന്നെ ഞാനത് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പിസ്തയും നമ്മുടെ ബദാമും ഒക്കെ കൂടെ കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാലിൻ്റെ മിക്സിൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ അതിൽ ചേർത്തിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി നല്ലതുപോലെ നമ്മൾ പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റുക. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് കഴിക്കാം. നല്ല സോഫ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റിയും നല്ല മധുരമൊക്കെ പിടിച്ച് നമ്മുടെ രസമലായി നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇതൊക്കെ നല്ല വില കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഈ രസമലായി. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.